തമ്പിച്ചായന്റെ കൂട്ടത്തിലായാലും നമ്മുടെ കൂട്ടത്തിലായാലും കല്യാണോ മരണോ എന്തുണ്ടായാലും ചെന്നൈയിൽ നിന്നെല്ലാം കെട്ടിപ്പെറുക്കി ഞാൻ ഇങ്ങോട്ട് പോരണം. അങ്ങേർക്ക് അവിടെ കപ്പലിൽ നാടും കണ്ട് നടന്നാൽ മതിയല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ തമ്പി പറഞ്ഞതാണല്ലോ ഷിപ്പിലെ പണിയൊക്കെ വിട്ട് നാട്ടിൽ വന്ന് എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ പോവാ. അതൊക്കെ പറച്ചിലല്ലേ ചേച്ചി? പ്രേമിച്ച് നടന്ന കാലത്ത് എന്തായിരുന്നു? ഒരു ദിവസം കണ്ടില്ലെങ്കിൽ, ഒന്ന് ഫോൺ വിളിച്ചില്ലെങ്കിൽ എന്തായിരുന്നു പുകില്? ഇപ്പൊ 6 മാസം കൂടുമ്പോ കണ്ടാലായി. ആന്റിയുടെ മാരേജ് ശരിക്കും ലവ് മാരേജ് ആയിരുന്നു? പിന്നെ 3-4 വർഷം ശരിക്കും പ്രേമിച്ചല്ലേ ഞങ്ങൾ കെട്ടിയത്. വീട്ടുകാർക്കൊന്നും എതിർപ്പില്ലായിരുന്നു? കൊള്ളാം, എതിർപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ബന്ധം അറിഞ്ഞതിന് ശേഷം പെട്ടെന്ന് എന്റെ കല്യാണം ഉറപ്പിച്ചത്. കെട്ടാൻ വന്നവനോട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞതാ. എന്നിട്ടും അവൻ എന്നെ മതി. വേറൊന്നും കൊണ്ടല്ല, തൊലിവെളുപ്പും പണവും ഒക്കെ കണ്ടിട്ടാ. പിന്നെ എന്ത് ചെയ്യാൻ, അടുത്ത നിമിഷം കിട്ടിയ സാഹചര്യത്തിൽ ഞാൻ ഇറങ്ങിപ്പോയി. പിന്നീടുള്ള പുകിലൊന്ന് കാണേണ്ടതായിരുന്നു. പെണ്ണിനെ കാണാനില്ല എന്നും പറഞ്ഞ് ഇവിടുന്ന് കേസ്, ചെറുക്കിനെ കാണാനില്ല എന്നും പറഞ്ഞ് അവിടുന്ന് കേസ്. എന്നിട്ടിപ്പോ എന്തായി? ഞാനൊന്ന് പെറ്റപ്പോ വാശിയും തീർന്നു, വൈരാഗ്യവും തീർന്നു. ഇപ്പൊ കാണണം എല്ലാവരും തമ്മിൽ എന്തൊരു സ്നേഹം. സത്യം പറഞ്ഞ അതാ ഇപ്പൊ നന്നായേ. അവൻ നല്ലവനാ. നിന്റെ പൊന്നു കൊല്ലല്ലോ നോക്കുന്നേ. ഓഫീസിൽ നിന്നൊരു തമാശ. നമുക്കൊക്കെ എവിടെ തിരിഞ്ഞാലും ഈ വെൽവിഷേഴ്സ് അല്ലേ ഉള്ളൂ. എന്താന്ന് വെച്ചാ തെളിച്ചു പറയിച്ചായ. മോളോ, കോളേജിൽ നിന്നോട് ആർക്കെങ്കിലും വല്ല ദേഷ്യമോ വൈരാഗ്യമോ അങ്ങനെ എന്തെങ്കിലും? നോ നെവർ. ഞാൻ എല്ലാരോടും നല്ല കൂട്ടാ. എന്താ പപ്പ? അല്ല, ഇന്ന് വൈകുന്നേരം ഓഫീസിലേക്ക് ഒരു ഫോൺ കോൾ. ആരാണെന്നറിയില്ല. ചോദിച്ചപ്പോ ഒരു വെൽവിഷറാണ്. ഈ അസൂയക്കാരുടെ സ്ഥിരം ഡയലോഗ്. നിനക്ക് കോളേജിൽ ആരോട് പ്രേമമാണെന്നോ അവനുമായി കറങ്ങി നടക്കുകയാണെന്നോ. നാണം കേട്ടവൻ. ഇവരൊന്നും വേറെ പണിയില്ലേ? തിരിച്ചെന്തെങ്കിലും പറയുമ്പോ ഫോൺ കട്ട് ചെയ്തു. അല്ല, അവനിനി പറഞ്ഞു തന്നിട്ട് വേണം ഞാൻ എന്റെ മോളുവിനെ കുറിച്ചറിയാൻ. അല്ലേ കുട്ടാ? ഇതിന് മാത്രം ഈ നാൻസിയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ടെൻഷൻ അടിക്കുന്നത് ആരാ? സ്റ്റുപ്പിഡ്. ഇമാർക്കൊന്നും വേറെ പണിയില്ലെന്നേ. എന്തായാലും കോളേജിനുള്ളിൽ പുറത്തുനിന്നാരും വിളിക്കാൻ ചാൻസ് ഇല്ല. എനിക്കറിയാം അതാരാണെന്ന്. ആരാ? രൂപേഷിനെ പോലെ നാൻസിയെ അത്രയധികം ഇഷ്ടപ്പെടുന്ന ആരോ ഒരാൾ. നീ ഒന്നും മിണ്ടാതിരി. എന്റെ ഡൗട്ട് ആ വിനോദിനെയാണ്. നമ്മളോടുള്ള പക അവന്റെ മനസ്സിലുണ്ട്. ഇതിപ്പോ വിളിച്ചതാരായാലും അവന്റെ ഉദ്ദേശം നടന്നിട്ടില്ല. നാൻസിയുടെ പപ്പ ഒട്ടും വിശ്വസിച്ചിട്ടുമില്ല. അതാ എനിക്ക് പേടി. എന്നോടുള്ള പപ്പയുടെ വിശ്വാസം അതെനിക്ക് വല്ലാത്ത ടെൻഷനാ. ഹലോ, മിസ്റ്റർ ഫിലിപ്പോസ് മെലിപ്ര. സോറി മിസ്റ്റർ മെലിപ്ര, എനിക്ക് വീണ്ടും വിളിക്കേണ്ടി വന്നു. നിങ്ങളുടെ മകളെ കുറിച്ച് ഞാൻ ആദ്യം തന്ന ഇൻഫർമേഷൻ അത് നിങ്ങൾ വിശ്വസിച്ചില്ല. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ മകളോടുള്ള വിശ്വാസം അത് വളരെ നല്ലതാണ്. പക്ഷെ അമിത വിശ്വാസം അത് അപകടമാണ്. നിങ്ങളുടെ മകൾ നാൻസി ഇപ്പോഴും രൂപേഷ് എന്നു പേരുള്ള ഒരു തെണ്ടിയുമായി കറങ്ങി നടക്കുകയാണ്. നീ ആരാണ്? ഞാൻ ആരാണെന്നറിയാനുള്ള ഇൻട്രസ്റ്റ് സ്വന്തം മകളുടെ കാര്യത്തിൽ കാണിച്ചാൽ ഒരു ലൈഫ് എങ്കിലും രക്ഷപ്പെടും.
ഇതിങ്ങനെ അധികാരം നീട്ടിക്കൊണ്ടു പോകുന്നതിൽ ഏലിയാസിനും വലിയ താല്പര്യമൊന്നുമില്ല. അടുത്ത മാസം മിഥുൻ വരുന്നുണ്ടെന്നു. അതിനിടയ്ക്ക് മറ്റു കാര്യങ്ങളൊക്കെ മംഗളമായ ഇവക്കും അവനോടൊപ്പം പോവാമല്ലോ. എന്താ പാപ്പ ഇങ്ങനെ സഡൻ ആയൊരു മൂവ്മെന്റ്? എന്റെ പഠിപ്പ് കഴിയട്ടെ. വേണ്ട, പഠിപ്പ് മുടക്കണ്ട. അവിടെ ചെന്നാലും പഠിക്കാലോ. പാപ്പ പ്ലീസ്. വേണ്ട, അതും ഇതും പറഞ്ഞ് ഒഴിയണ്ട. ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു. റീത്തെ, നീ ഏലിയാസിനെ ഒന്ന് വിളിച്ചേ. ആ എലിയാസേ, നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം ഞാൻ മോളോട് സംസാരിക്കായിരുന്നു. ഞാൻ മിഥുനെ വിളിച്ചിരുന്നു. അവൻ ഹാപ്പിയാ. എന്നത്തേക്കാണെന്ന് മാത്രം നീ പറഞ്ഞാ മതി. ബാക്കി അറേഞ്ച്മെന്റ്സ് ഒക്കെ ഞാൻ നോക്കിക്കോളാം. ഡേറ്റ് ഒക്കെ നിന്റെ സൗകര്യത്തിന് നീ അങ്ങ് ഫിക്സ് ചെയ്താൽ മതി. ദാ ഇപ്പൊ ഈ നിമിഷം എന്ന് പറഞ്ഞാലും ഞാൻ റെഡിയാ. ആ ദാ അവിടെ ഉണ്ട്, ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. ആ കൊടുക്കാം. ഹലോ. എന്താ മോളെ, സുഖമല്ലേ? ഇനിയിപ്പോ നിങ്ങൾ കാത്തിരുന്ന് മുഷിയണ്ട. അടുത്ത മാസം മിഥുൻ വരുന്ന ദിവസം തന്നെ നാൻസി, എന്താ നാൻസി നീയൊന്നും മിണ്ടാത്തെ? നീ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരുന്നാലേ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവത്തേ ഉള്ളൂ. നാൻസി, ടോമി പറയുന്നതിൽ കാര്യമുണ്ട്. പപ്പയോടും അമ്മയോടും നമുക്ക് പറയാം, അപേക്ഷിക്കാം, കരയാം. എന്നിട്ടും അവർക്ക് മനസ്സിലായില്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതമാണ്. മനസ്സിലൊരാളെയും കൊണ്ട് ജീവിതകാലം മുഴുവൻ മറ്റൊരാളോടൊപ്പം ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാ. നമ്മുടെ ലൈഫ് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ആരുടെ കൂടെ ജീവിക്കണം, എന്ത് ചെയ്യണമെന്നൊക്കെ ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. ഇതിലിപ്പോ ഇത്ര ആലോചിക്കാൻ എന്താ ഉള്ളേ? രൂപേഷേ, നീ പറ, നിനക്ക് നാൻസി ഇല്ലാത്തൊരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റൂ? ഇല്ല. നാൻസി, നിനക്കോ? ഇതെന്താ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ? അറിയാലോ. പിന്നെ എന്തിനാ ഇവിടെ ഇങ്ങനെ ഒരു ആലോചന? തൽക്കാലം ഇതാരും അറിയുന്നില്ല. സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലെങ്കിൽ മാത്രം പുറത്തു പറഞ്ഞാൽ മതി. ഈ രജിസ്റ്റർ ഓഫീസ് എന്ന് പറയുന്നത് ജയിലൊന്നും അല്ലല്ലോ. നമ്മൾ അവിടെ പോകുന്നു, ഒപ്പിടുന്നു, തിരികെ പോരുന്നു, അത്ര തന്നെ. അതെ, നിന്റെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരിക്കണം. എപ്പോഴേ രജിസ്റ്റർ മാരേജ് ഒക്കെ കഴിഞ്ഞേനെ. ഫസ്റ്റ് നൈറ്റ്. പോടാ. നീ ടെൻഷൻ ആവാതെ, എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങളൊക്കെ നിന്നോടൊപ്പം ഉണ്ട്. ആ, ഞങ്ങൾ ഇതൊക്കെ പറയുന്നത് നിങ്ങളെ മനസ്സിലാക്കിയിട്ടാ, നിങ്ങളുടെ ഇഷ്ടം അറിഞ്ഞിട്ടാ. നിനക്ക് രൂപേഷിനെയും രൂപേഷിന് നിന്നെയും നഷ്ടപ്പെടാതിരിക്കാനാ. ചേട്ടാ പോട്ടെ. നന്നായിടാ. Best wishes to you.
അതെ ഒന്ന് മാറി അല്ല ഞാനൊരു ഉമ്മ. ഉമ്മയല്ല ബാപ്പ. അതെ അവൻ കൊടുത്തു കേട്ടാ. എന്നാ പിന്നെ നിനക്കിരിക്കട്ടാ. ഹലോ. നമസ്കാരം മിസ്റ്റർ മേലിപ്ര. വിലപ്പെട്ട സമയം പാഴാക്കിയതിൽ ക്ഷമിക്കണം. ഇത് നിങ്ങൾക്കുള്ള എൻ്റെ ലാസ്റ്റ് കോളാണ്. നിങ്ങളുടെ മകളെ കുറിച്ച് ഞാൻ അറിയിക്കുന്ന അവസാനത്തെ സത്യവും. നിങ്ങളുടെ മകൾ നാൻസി വിവാഹിതയായിരിക്കുന്നു. വാഗമുട്ടം രജിസ്റ്റർ ഓഫീസിൽ വെച്ച്. നോ നെവർ. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. മിസ്റ്റർ, നിങ്ങൾ ആരാണ്? നിങ്ങൾക്കിത് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. അതിനു മുമ്പ് ഒന്ന് അന്വേഷിക്കുന്നതിൽ എന്താണ് തെറ്റ്? അന്വേഷിക്കുക, അതിനുശേഷം മാത്രം വിശ്വസിക്കുക. ഗുഡ് ബൈ. പാപ്പാ. വണ്ടി ഓടിക്കുന്നത് കണ്ണുനോക്കുമ്പോ കണ്ടൂടെ? വായുവിനെ മേടിക്കാൻ പോവാന്നോ? മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങിയിട്ടാണോ? മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങിയിട്ടാണോ? സോറി. ഇനിയിപ്പോ എങ്ങനെ കരഞ്ഞിട്ടെന്താ കാര്യം? എന്നാലും അവള് നമ്മളോട് ഇങ്ങനെ. നീ ഇങ്ങനെ കരയാതെ, നമുക്ക് വഴിയുണ്ടാക്കാം. നമ്മുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ എതിർപ്പുണ്ടെന്നറിഞ്ഞ തിരിച്ചറിവില്ലാത്ത പ്രായമാണ്. എടുത്തിയാടി നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. ചെല്ല, നീ പോയി ഭക്ഷണം എടുത്തു വെക്ക്. ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ.